ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് മ്യൂച്വൽ ഫണ്ടാണ് നല്ല റിട്ടേൺസ് കിട്ടുന്നത്, എൻ്റെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണത്. ഈ ഒരു വീഡിയോയിൽ ഈ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഞാൻ കഴിഞ്ഞ 4 വർഷമായി ഫോളോ ചെയ്യുന്ന ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് മെത്തഡോളജിയെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യും. ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് മെത്തഡോളജിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടൂളിനെ പറ്റിയും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹേയ്, മൈ നെയിം ഈസ് ക്രിസ്റ്റി കിച്ച്മോൻ. വെൽക്കം ടു പ്രവാസി ഫിൻടോക്സ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഇതുപോലെ തന്നെ കൂടുതൽ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ട് ഫോർ ബിഗിനേഴ്സ് സീരീസിലെ ഇത് 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബേസിക്സിനെ പറ്റി നോക്കി. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്താണ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്താണ്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്താണ്, അതുകൂടാതെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ പഠിച്ചു. കഴിഞ്ഞ സീരീസ് കണ്ട് കുറേ വ്യൂവേഴ്സ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചു, എങ്ങനെയാണ് ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്, ഒന്ന് അഡ്വൈസ് തരുമോ, ഒരു നല്ല റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഏതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ബേസ്ഡ് എങ്ങനെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നല്ല റിട്ടേൺ ലോങ് ടേമിൽ നേടാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലും കവർ ചെയ്യുന്നതായിരിക്കും. ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ ഗോളിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എന്താണ് ഗോൾ? ഗോളിനെ നമുക്ക് പൊതുവെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ടേം ഗോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹോം തിയേറ്റർ സിസ്റ്റം മേടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഫോറിൻ വെക്കേഷൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ടേം ഗോൾ. ഇതൊരു 3 to 4 വർഷമുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് മീഡിയം ടേം ഗോൾസ്. നമുക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കാർ മേടിക്കണം. അപ്പോൾ നമുക്ക് ഒരു 3 to 7 വർഷം, 3 to 6 വർഷമുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മീഡിയം ടേം ഗോൾസ്. നാലാമത് വരുന്നതാണ് ലോങ് ടേം ഗോൾസ്. ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് റിട്ടയർമെൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി നമുക്കൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ലോങ് ടേം ഗോൾസ്. ഇത് വരുന്നത് മിക്കവാറും ഒരു 10 to 15 അല്ലെങ്കിൽ 10 to 20 വർഷമുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ലോങ് ടേം ഗോൾസ്. വൺസ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് കറക്റ്റ് ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഷോർട്ട് ടേം ഗോൾ ഏതാണ്, മീഡിയം ടേം ഗോൾ ഏതാണ്, ലോങ് ടേം ഗോൾ ഏതാണ്. നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓരോ ഗോളിലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഗോൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഗോളിനെ നമ്മൾ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ ഗോളിനും പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഓരോ ഗോളിനും പറ്റിയ മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ്. നമ്മൾ ഇന്ത്യയിൽ മോർ ദാൻ 3000 മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്സ്, ടാക്സ് സേവിംഗ് ഫണ്ട്സ്, ELSS, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ വ്യക്തിക്ക് ഇതിൽ നിന്ന് നല്ല പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഗോളും അതുകൂടാതെ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു ഷോർട്ട് ടേം ഗോളിൽ നമ്മൾ ഡെപ്റ്റ് ഫണ്ടിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഡെപ്റ്റ് ഫണ്ട് റിസ്ക് കുറവാണ്, അതുകൂടാതെ ഒരു സ്റ്റേബിൾ ഇൻകം കിട്ടും. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കൂട്ടത്ര റിസ്ക് ഇല്ല. പക്ഷേ നമുക്കൊരു മീഡിയം ടേമിനകത്ത് നമുക്ക് ഒരു 40% അല്ലെങ്കിൽ 50% ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാക്കി ഒരു 50% നമുക്ക് വേണമെങ്കിൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേമിൽ അതേപോലെ ഈ ഡെപ്റ്റും ഇക്വിറ്റിയുടെ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്കീം തന്നെ വ്യത്യാസമായിരിക്കും. ഒരു നോർമൽ വ്യക്തിക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡെപ്റ്റിൽ എത്ര പെർസെൻറ്റേജ് ഇടണം, ഇക്വിറ്റിയിൽ എത്ര പെർസെൻറ്റേജ് ഇടണം, ഏത് ഗോളിന് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് സക്സസ് ആവാൻ പറ്റത്തില്ല. അതുകൂടാതെ ഞാൻ കണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പലരും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ 3 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും. പക്ഷേ ആ പെർഫോമൻസ് അടുത്ത ഒരു 3 വർഷത്തേക്കോ അടുത്ത ഒരു 5 വർഷത്തേക്കോ ഈ പെർഫോമൻസ് നമുക്ക് കിട്ടില്ലെന്ന് വരും. കാരണം പല അസറ്റ് കമ്പനീസും AMCസും അവർ വലുതാവുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മ്യൂച്വൽ ഫണ്ട് സൈസ് വലുതാവുമ്പോൾ ഇവർ കിട്ടുന്ന അത്ര റിട്ടേൺസ് നമുക്ക് പണ്ട് കിട്ടുന്ന റിട്ടേൺസ് അത്ര നമുക്ക് പിന്നെ കിട്ടില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ്? നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, നമുക്ക് വിചാരിക്കാൻ അത്ര റിട്ടേൺസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അത് സെല്ല് ചെയ്ത് അടുത്തതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കണം, അതിന് റിട്ടേൺസ് നോക്കണം, ആ കമ്പനീനെ പറ്റി പഠിക്കണം, അവർ ഏതൊക്കെ അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മാനുവലി നോക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു ബിഗിനറിനും അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന് പോലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഫുൾ ടൈം ചെയ്യുന്ന ഒരു അഡ്വൈസറിന് മാത്രമേ ഇതിനെ പോലെ ഇതും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കരിയറിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു 6-7 മാസം വരെ ഞാനും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫുൾ ടൈം ഒരു റീബാലൻസിങ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം, ഇതിൻ്റെ റേഷ്യോ എത്ര ആയിരിക്കണം, ഡെപ്റ്റിൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം, ഇക്വിറ്റിയിൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കണമെങ്കിൽ നമ്മൾ 3 കാര്യം തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം.
ഫസ്റ്റാണ് നമ്മൾ ഗോളിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ക്ലിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. രണ്ടാമത് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത് പോർട്ട്ഫോളിയോ കറക്റ്റായിട്ട് ഇൻ്റർവെല്ലിൽ നമ്മൾ റീബാലൻസിങ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായി യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞതും ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷമായി യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ഗോൾവൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം സെലക്ഷൻ ഓഫ് ഗോൾസ്, രണ്ടാമത് എൻ്റെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് കറക്റ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ, മൂന്നാമത് റീബാലൻസിങ്. ഇത് 3ഉം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടൂൾ വഴി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം, ഗോൾവൈസ് കൊടുക്കുന്നത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അത് കാരണം തന്നെ ഒരു കമ്മീഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഈ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ വരുമാനം. അപ്പം ഇവരൊരു നീഷ് സർവീസ് കൊടുക്കുന്നുണ്ട്. ആ സർവീസ് എന്ന് പറയുന്നത് ഹൈ ഇൻകം ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഇവർ കംപ്ലീറ്റ് അവരുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു ഫീസ് കിട്ടുന്നുണ്ട്. ആ ഫീസാണ് ഇവരുടെ വരുമാനം. ഗോൾവൈസ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഇവരുടെ ട്രാൻസ്പെറൻസി ആയിരുന്നു. അതുകൂടാതെ ഇവരുടെ നല്ല കസ്റ്റമർ സപ്പോർട്ട്. ഇത് 2 മെയിൻ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്. ഇവർ സെലക്ട് ചെയ്യുന്ന ഫണ്ട്സും അല്ലെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഗോൾസും എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാം അവരുടെ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. എല്ലാത്തിനും റിട്ടേൺസ് നമുക്ക് നോക്കാം. ഇവർ ഓരോ 6 മാസം കൂടി ഇരിക്കുമ്പം പുതിയ ഫണ്ട്സ് റെക്കമെൻഡ് ചെയ്യും റീബാലൻസിങ്ങിന് വേണ്ടി. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഇവർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവർ പബ്ലിഷ് ചെയ്യും. അതുകൂടാതെ വേറൊരു കാര്യം, ഇവരുടെ ഫൗണ്ടേഴ്സും ഇവരുടെ ഓഫീസിലുള്ള പലവരുടെയും പോർട്ട്ഫോളിയോ ഇവർ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ കാണുന്നത് നിങ്ങളിപ്പോൾ അങ്കുർ എന്ന് പറയുന്ന അവരുടെ CEO ഫൗണ്ടറിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. പുള്ളി 36 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി 36 ലക്ഷമാണ് പുള്ളിയുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ വാല്യൂ. പുള്ളി 33 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ടോട്ടൽ ഗെയിൻസ് 3 lakh ആണ്. പുള്ളിയുടെ ഡിഫറെൻറ്റ് ഗോൾസ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന, പുള്ളിക്ക് റിട്ടയർമെൻറ്റ് ഗോൾസ് ഉണ്ട്, ടാക്സ് സേവ് ഗോൾസ് ഉണ്ട്, വെക്കേഷൻ ഗോൾസ് ഉണ്ട്, മോമിന് വേണ്ടി ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എമർജൻസി ഫണ്ട് ഉണ്ട്, ഗിഫ്റ്റ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ ഗോൾസ്. അതുകൂടാതെ തന്നെ വേറെ ഫൗണ്ടേഴ്സിൻ്റെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അവർ എത്രത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഏതൊക്കെ ഗോളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. കഴിഞ്ഞ 3 വർഷമായി എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ട് സെലക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊസീജിയർ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടാണ്. കഴിഞ്ഞ 3 വർഷമായി എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണിത്. ടോട്ടൽ കറണ്ട് വാല്യൂ അക്കൗണ്ടിന് 15 lakh ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 14 ആണ്. റിസ്ക് പ്രൊഫൈൽ ലോ ആണ്. ഈ റിസ്ക് പ്രൊഫൈൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ തന്നെ ഒരു ഓൺലൈൻ ടൂളുണ്ട്. ആ ടൂളിൽ നമ്മൾ കുറച്ച് ആൻസേഴ്സ് കൊടുത്തു കഴിയുമ്പം നമുക്ക് നമ്മുടെ റിസ്ക് പ്രൊഫൈൽ കാണിച്ചു തരും. ഈ അസറ്റ് അലോക്കേഷൻ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ റിസ്ക് പ്രൊഫൈൽ നമ്മുടെ ഗോളും ബേസ് ചെയ്തിട്ടാണ് ഈ അസറ്റ് അലോക്കേഷൻ തീരുമാനിക്കുന്നത്. അപ്പം ഈ ഒരു അസറ്റ് അലോക്കേഷൻ ഇവിടെ കാണാം. 36% ഇക്വിറ്റിയിലും 64% ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ടോട്ടൽ ഗെയിൻസും കാണാം, ആനുവൽ റിട്ടേൺസ് എത്രയെന്ന് കാണാം, SIP മാസം എത്ര കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 ഗോൾസാണ് ഇവിടെ ടോട്ടൽ ഉള്ളത്. ഷോർട്ട് ടേം ഗോൾ ഉണ്ട്, റിട്ടയർമെൻറ്റ് ഗോൾ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുകൂടാതെ എങ്ങനെ ആ ഗോളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട്സ് ആഡ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് SIP ഓട്ടോമേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു 35 lakhs 7 years കൊണ്ട് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കാം എന്നുള്ള ഗോളാണ് നിങ്ങളിപ്പം കാണുന്നത്. അതിൽ എൻ്റെ റിസ്ക് പ്രൊഫൈൽ ഞാൻ മോഡറേറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇക്വിറ്റിയും ഡെപ്റ്റ് ഫണ്ടും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. അപ്പോൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ ഹൈ ആണെങ്കിൽ അതിനനുസരിച്ച് ഇക്വിറ്റിൻ്റെയും ഡെപ്റ്റിൻ്റെ റേഷ്യോസ് മാറും. തൽക്കാലം ഞാൻ മോഡറേറ്റ് സെലക്ട് ചെയ്യുന്നു. ഈ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു റെക്കമെൻഡഡ് SIP ഇവിടെ കാണിക്കും. അതുകൂടാതെ SIPയുടെ ഡേറ്റും കാണിക്കും. നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം. നമ്മുടെ സാലറി ഡേറ്റ് അനുസരിച്ച് നമുക്ക് SIP ഡേറ്റ് മാറ്റി കൊടുക്കാം. അതുകൂടാതെ ഇത് എത്ര വർഷമുള്ളിൽ ഈ ഫണ്ട് എത്രത്തോളം കളക്ട് ആവും, മാർക്കറ്റ് ഏത് രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് റിട്ടേൺസ് കിട്ടുന്നത് എന്നുള്ള പ്രൊജക്ഷൻസും ഇവിടെ കാണിക്കും. ഈ പ്രൊജക്ഷൻസ് കംപ്ലീറ്റ്ലി പാസ്റ്റ് റിട്ടേൺസിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊജക്ഷൻസ് എല്ലാം കാണിക്കുന്നത്. അതുകൂടാതെ നിങ്ങളിപ്പം സെലക്ട് ചെയ്ത ഈ ഒരു ഗോളിനകത്ത് ഏതൊക്കെ ഫണ്ടിൽ എത്രയൊക്കെ SIP വെച്ചിട്ടാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും കാണിക്കും. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എല്ലാ ഫണ്ടും നിങ്ങളുടെ പേരിൽ ഡയറക്റ്റാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഈ കമ്പനി അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ കമ്പനി നമ്മൾ ഈ പ്ലാറ്റ്ഫോം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ആക്സിസ് ബാങ്കിലും അല്ലെങ്കിൽ കൊഡാക്കിൻ്റെ ഇക്വിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വൺസ് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തു, നമ്മുടെ മന്ത്ലി SIP സെറ്റായി, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫണ്ട് നമ്മൾ നോക്കി, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് സേവ് ആൻഡ് ഇൻവെസ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് ഇൻവെസ്റ്റ് കൊടുത്തു കഴിയുമ്പം ഇതൊരു നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് വഴിയോ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇവിടെ അക്കൗണ്ടിലോട്ട് നമുക്കിവിടെ ട്രാൻസ്ഫർ ചെയ്യാം.
വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ ഫണ്ട്സും നിങ്ങളുടെ പേരിൽ തന്നെയാണ് ഡയറക്റ്റായിട്ട് മേടിക്കുന്നത്, അല്ലാതെ ഗോൾവൈസിൻ്റെ പേരിലല്ല ഇത് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എല്ലാ ഫണ്ട് ഹൗസിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇമെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഈ SIP നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മാസം മാനുവലി നമുക്ക് SIP കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാനുവലി ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് NAC ഫോം എന്നൊരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ കൃത്യം ഒരു ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ SIP ആയിട്ട് പോകും. നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് മന്ത്ലി ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ട്, അതുവഴി നമുക്ക് പെർഫോമൻസ് ട്രാക്ക് ചെയ്യാം. ആ ആപ്പ് വഴി തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഗോൾവൈസിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇൻഫോർമേഷൻ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ അവരുടെ കസ്റ്റമർ കെയറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്ത് നിങ്ങളുടെ കൺസേൺസ് എല്ലാം നിങ്ങൾ അവരോട് ചോദിക്കുക. അപ്പോൾ അവർ നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യും. എങ്ങനെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുകൂടാതെ എന്താണ് ഗോൾ ബേസ് ഇൻവെസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സിൽ അറിയിക്കാം. അതുകൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.